ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബൊറൂസിയയെ ബാഴ്സ വലിച്ചു കീറി ഒട്ടിച്ചു. അങ്ങനെ പറയേണ്ടി വരും. ഇന്നലത്തെ മത്സര ഫലത്തെ യാതൊരുവിധ ദയാദാക്ഷിണ്യവും കൂടാതെയാണ് FC ബാഴ്സലോണ ബൊറൂസിയയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ബാഴ്സ ബൊറൂസിയയെ തോൽപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ രണ്ടാം പാദ മത്സരം കൂടി നടക്കാനുണ്ട്. റാഫീഞ്ഞയാണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. ഒരു ഗോളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ റാഫീഞ്ഞയ്ക്ക് ഈ ഒരു മത്സരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ 25-ാമത്തെ മിനിറ്റിലാണ് റാഫീഞ്ഞ അക്കൗണ്ട് തുറന്നിട്ടുള്ളത്. കുബാർസിയുടെ ഒരു അക്കൗണ്ടിൽ കൂടി രേഖപ്പെടുത്താവുന്ന ഒരു ഗോളാണ് അത്. അങ്ങനെ ആദ്യ പകുതിയിൽ ഒരു ഗോളിനാണ് FC ബാഴ്സലോണ മുന്നിട്ട് നിന്നത്. എന്നാൽ 48-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ ഒരു ഹെഡർ ഗോൾ പിറന്നു. റാഫീഞ്ഞയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഒരു ഗോൾ പിറന്നത്. പിന്നീട് 66-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കി വീണ്ടും വലകുലുക്കി. ഫെർമിൻ ലോപ്പസ് ആയിരുന്നു അവിടെ അസിസ്റ്റ് നൽകിയിരുന്നത്. പിന്നീട് 77-ാമത്തെ മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ FC ബാഴ്സലോണ 4ാമത്തെ ഗോൾ നേടുകയായിരുന്നു. ലാമിൻ യമാലാണ് ആ ഗോൾ നേടിയത്. റാഫീഞ്ഞയുടെ ഒരു കിടിലൻ പാസ് ഉണ്ടായിരുന്നു. അത് ലാമിൻ യമാൽ ഒരു പിഴവും കൂടാതെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ എണ്ണം പറഞ്ഞ 4 ഗോളുകൾ നേടിക്കൊണ്ടാണ് ആദ്യപാദ മത്സരത്തിൽ ഇപ്പോൾ FC ബാഴ്സലോണ വിജയിച്ചിട്ടുള്ളത്. സെമി ഫൈനലിന്റെ തൊട്ടരികിലെത്താൻ ബാഴ്സക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാം പാദ മത്സരം കൂടിയാണ് ഇവിടെ അരങ്ങേറാനുള്ളത്. അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഫ്രഞ്ച് വമ്പന്മാരായ PSG കൂടി വിജയിച്ചിട്ടുണ്ട്. 1-3 ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ലയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. PSGയുടെ മൈതാനമായ പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു മത്സരം നടന്നിരുന്നത്. മത്സരത്തിന്റെ 35-ാമത്തെ മിനിറ്റിൽ റോജേഴ്സിലൂടെ വില്ല ലീഡ് എടുത്തു. പക്ഷേ പിന്നീട് PSG പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയായിരുന്നു. 39-ാമത്തെ മിനിറ്റിൽ ഡിസൈറെ ഡുവോ ആണ് അവർക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത്. നുനോ മെൻഡസിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു അത്. പിന്നീട് 49-ാമത്തെ മിനിറ്റിൽ കോരഷ്കേലിയുടെ ഒരു ഗോൾ പിറന്നു. ഫാബിയാൻ റൂയിസ് ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയിരുന്നത്. പിന്നീട് 92-ാമത്തെ മിനിറ്റിൽ നുനോ മെൻഡസ് കൂടി ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഡംബലയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു നുനോ മെൻഡസിന്റെ ഗോൾ പിറന്നത്. അങ്ങനെ 1-3 ഗോളുകൾക്കാണ് PSG ഇപ്പോൾ ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മുൻതൂക്കം PSG തന്നെയാണ്. ഇനിയിപ്പോൾ രണ്ടാം പാദ മത്സരം കൂടി നടക്കാനുണ്ട്. ഏതായാലും PSG-യും FC ബാഴ്സലോണയും ഒരു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ഇപ്പോൾ സെമി ഫൈനലിന്റെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.